ഇന്ന് രാവിലത്തെ മന്ത്രി ലിജുവിൻ്റെ യോഗത്തിലെ തീരുമാനമാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് മാലിന്യം മാറ്റുമെന്ന്. ഞാനിപ്പോൾ അവിടെ നോക്കി ഒരു പെർസെൻറ്റേജ് മാലിന്യം മാറ്റിയിട്ടില്ല. സ്പിൽവേയിൽ അടഞ്ഞത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ലീഡിംഗ് ചാനലിൽ ഞാനൊരു സ്ഥലം പറയാം. ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ആൾ പറഞ്ഞ ചെറുതല തോട്ടപ്പള്ളി ഭാഗത്ത് ഇവിടെ വിയപുരം പാണ്ടിപ്പാലം വരെയുള്ള ഭാഗത്ത് ഡ്രഡ്ജിങ് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ചെറുതല തോട്ടപ്പള്ളി ഭാഗത്ത് ഒരു കമ്പനി എന്തോ ഒരു സ്ഥാപനം കോൺട്രാക്ട് ഡ്രഡ്ജിങ് നടത്തുകയാണ്. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ആ ഡ്രഡ്ജിങ് നിർത്തിവെച്ചു. ആരാ നിർത്തിവെച്ച്? അപ്പോൾ അവിടെ വന്നപ്പോൾ വലിയ കൂന കിടക്കുന്നു മണൽ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് ആളുകൾ പറഞ്ഞത് 1.5 ആഴ്ചയായിട്ട് പണിയേ ഇല്ല. ലീഡിംഗ് ചാനലിലെ മാലിന്യം മാറ്റി മണ്ണ് മാറ്റാതെ എങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്? അപ്പോൾ ഒരു ബോധപൂർവമായി എന്തോ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അന്തർധാരയെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്ന പിന്നെ ആരെ മോശപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. കുട്ടനാട്, അപ്പർ കുട്ടനാട്, തിരുവല്ല ഭാഗത്തെ ജനങ്ങൾ പൊറുതിമുട്ടി. വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. 2014 അപകടം ഉണ്ടായപ്പോൾ ഞാൻ ലോകത്തോട് പറഞ്ഞാളാ. ഞാനതുകൊണ്ട് ഭയപ്പെട്ട ഇന്നിവിടെ എത്തിയത്. ഞാനിവിടെ രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഞാൻ തൊട്ടപ്പള്ളി പോകും. ഞാൻ ഭയപ്പെട്ട അവിടെ എത്തിയേക്കുന്നത്. ഈ അശാസ്ത്രീയമായ മണ്ണുമാറ്റൽ അല്ല വേണ്ടത്. ഇനിയും ഗവൺമെന്റ് സംവിധാനം പരാജയമാണെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് അടിയന്തരമായിട്ട് സംവിധാനം ഉണ്ടാക്കണം. പണം കൊടുത്ത നല്ല കോൺട്രാക്ടർമാരും മിഷനറി സംവിധാനം കേരളത്തിലുണ്ട്. അവർ വന്നാൽ മിനിറ്റ് കൊണ്ട് മണിക്കൂർ കൊണ്ട് അവർ മാറ്റി ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കേരളത്തിലെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. വലിയ വില അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഏത് എം എൽ എ ഇടപെട്ടില്ലെന്നല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലാണ് ഈ വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. കുട്ടനാട്ടിലെ എം എൽ എക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. ചെങ്ങന്നൂർ എം എൽ എക്ക് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ കൈവെക്കും. തിരുവല്ല എം എൽ എക്കും തല്ലി കിട്ടും, ഉറപ്പല്ലേ? കാരണം ജനങ്ങളെ ജയിപ്പിച്ചു പോയില്ലേ? ജയിപ്പിച്ചവർ വിലക്കകത്ത് കയറി കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തല്ലി കിട്ടത്തില്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. സാറപ്പം വന്നതെന്നൊക്കെ ചോദിച്ചു, ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു, വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഇന്ന് മുതൽ സംഭവം മാറും. അവരറിയുന്നില്ലല്ലോ. ഇവിടെ തടഞ്ഞു വെച്ചേക്കുമെന്ന് അവരറിഞ്ഞോ? അവരറിയുന്നില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ അവർക്കറിയില്ലല്ലോ. തോട്ടപ്പള്ളി പൊഴി മുറിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടക്കുന്നതെന്ന്. അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് വാ. ചെന്നിത്തല മുഴുവൻ വെള്ളത്തിലായി, പാണ്ടനാട് മുഴുവൻ വെള്ളത്തിലായി, തിരുവനന്തപുരം മുഴുവൻ വെള്ളത്തിലായി. മഴ പെയ്താൽ പൂർണ്ണമായ അപകടമാണ്. കാരണം വേറൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ വന്ന വെള്ളം കുറച്ച് താന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ആശങ്ക മാറി. അപ്പോൾ ക്യാമ്പിലേക്കോ മറ്റു സ്ഥലത്തോ ആൾ മാറുന്നില്ല. ഇപ്പോൾ എന്താ പ്രശ്നം? ഭക്ഷ്യവസ്തുക്കളെല്ലാം തീർന്നു, വെള്ളം കിട്ടുന്നില്ല. കാരണം ഇന്ന് മാറും നാളെ മാറും വെള്ളം ഇറങ്ങുന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ ഇപ്പോൾ നഷ്ടപ്പെട്ടു ഇതിനോടുകൂടി. അതുകൊണ്ട് ആരെ എന്തിടപെട്ടെന്നുള്ളതിലെ പ്രശ്നം നമുക്ക് ജനങ്ങളുടെ പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയവും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ കാര്യത്തിലില്ല. രാഷ്ട്രീയം ഒന്നും ഞങ്ങളാരും നോക്കിയിട്ടില്ല. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ മന്ത്രിമാർക്കെല്ലാം അറിയാം, ആ നേതാക്കന്മാർക്കറിയാം. ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഉള്ള ഞങ്ങൾ 3 ജനപ്രതിനിധികളും ആത്മാർത്ഥമായി എം.എൽ.എ മാർ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തോടൊപ്പം നിൽക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം ഒരു തരത്തിലും ഒരു പരാമർശം പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇത് ഇന്ന് രാത്രി കൊണ്ട് ഇതിന് പരിഹാരം കാണണം. അതിനെന്താ സംവിധാനം എന്ന് വെച്ചാൽ അടിയന്തര സ്വഭാവത്തിലുണ്ടാകും. മഴ പെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എപ്പോഴാണ് കാലാവസ്ഥ വന്ന് അറിയത്തില്ലല്ലോ. മഴ പെയ്താൽ ചെങ്ങന്നൂരിലെ അതുപോലെ തന്നെ തിരുവല്ലയിലെയും കുട്ടനാട്ടിലെ ജനങ്ങൾ ഏറ്റവും വലിയ ഭീകരാവസ്ഥയായിരിക്കും ഇന്നും നാളെ മറ്റും നേരിടാൻ പോകുന്നത്.